എൻ്റെ ഫീസ്റ്റും എൻ്റെ ചേട്ടൻ ട്രാവൽസ് തുടങ്ങിയ ദിവസവും ഒന്ന് തന്നെയാണ്. 4 വർഷം മുമ്പ് ചേട്ടൻ ട്രാവൽസ് തുടങ്ങിയിട്ടുള്ള 25ാം വാർഷികം. അപ്പോൾ ഞാനന്ന് എൻ്റെ പള്ളിയിലൊരു പാർട്ടി വെച്ചിട്ട് ഫാമിലി മാത്രം ഇൻവൈറ്റ് ചെയ്തു. എൻ്റെ മമ്മിയും ഞങ്ങൾ 5 മക്കളും ഫാമിലിയും. ചേട്ടൻ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അത് ഗ്രാൻഡ് പാർട്ടിയാണ്, വലിയ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത്. ചേട്ടന് വളരെ ക്ലോസ് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ചേട്ടൻ്റെ സ്റ്റാഫൊക്കെ ഒരു 100-150 പേരുടെ പരിപാടിയായിരുന്നു. ഗംഭീരമായ ഒരുക്കമായിരുന്നു. സർപ്രൈസായിപ്പോൾ അദ്ദേഹത്തിന്. ബാക്കി എല്ലാവർക്കും പരിപാടിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. പക്ഷെ വീട്ടിൽ പരിപാടിയല്ലെന്ന് ഓർത്തിട്ട് ചേട്ടൻ സാധാരണ ഡ്രസ്സ് ഇട്ട് വന്നത്. അപ്പോൾ ചേട്ടൻ എന്നോടൊന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛനൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ ഇത്തിരി മെനയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമായിരുന്നില്ലേ. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നു, രാജാവിൻ്റെ മകൻ്റെ വെഡ്ഡിങ്ങാണ്. വിളിക്കപ്പെട്ടവർ വരാത്തതുകൊണ്ട് തെരുവിലെ ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് നിർത്തുകയാണ്. രാജാവ് വന്ന് നോക്കുമ്പോൾ ഒരുത്തിനും മാത്രം ഡ്രസ്സില്ല. അപ്പോൾ രാജാവ് ചോദിക്കേണ്ട, സ്നേഹിത നിന്നെ ആരും കൂടെ കയറ്റിവിട്ടേ ഈ വിവാഹവസ്ത്രം ഇല്ലാതെ? അപ്പോൾ അവൻ സൈലൻ്റായിട്ടിരുന്നെന്നാണ് പറയാം. കാരണം അവന് എക്സ്ക്യൂസൊന്നും പറയാനില്ല, അത് അവൻ്റെ കുറ്റമാണ്. നമ്മളിങ്ങനെ ചിന്തിക്കും, എങ്ങനെയാണ് ഈ തെരുവിൽ കിടക്കുന്നതിന് വസ്ത്രമെന്ന്. അങ്ങനെയല്ലെന്ന്, രാജാവിൻ്റെ മകൻ്റെ വെഡ്ഡിങ് അല്ലേ. അപ്പോൾ അവന് വിവാഹവസ്ത്രം സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും അതിട്ടാണ് വന്നിരിക്കുന്നത്. ഇവൻ മാത്രം അതിടാതെ വന്നപ്പോൾ അതിവൻ്റെ തെറ്റാണ്, അതിവൻ്റെ ഉദാസീനതയാണ്. എന്നിട്ട് ഇവനെ പുറത്താക്കാണ്. വെറുതെ അല്ല, കൈയും കാലുമൊക്കെ കെട്ടി ഇരുട്ടിക്കൊണ്ട് ഇടാണ്. അവസാന കാകളം മുഴുങ്ങുമ്പോൾ അയ്യോ എനിക്കിനി വസ്ത്രം മാറാൻ സമയമില്ല എന്ന് പറയുന്ന ഒരു ഗതികേട് നമ്മുടെ ലൈഫിൽ വരാതിരിക്കാൻ നോക്കണം. നമ്മുടെ പാപത്തിൻ്റെ മുഷിഞ്ഞ വസ്ത്രം ഇട്ട് കർത്താവ് കുരിശിൽ കയറി അത് ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ച് നമുക്കൊരു വസ്ത്രം തന്നിട്ടുണ്ട്. So get dressed up.